ഈശോയിൽ പ്രിയപ്പെട്ടവരെ, തലശ്ശേരി അതിരൂപത രണ്ടാമത് മരിയൻ തീർത്ഥാടനം ചെമ്പേരി ലൂർദ് മാതാ ബസലിക്കയിലേക്ക് 2025 ഡിസംബർ മാസം 5, 6 തീയതികളിൽ നടത്തുകയാണ്. 5-ാം തീയതി വെള്ളിയാഴ്ച രാത്രി എടൂർ സെന്റ് മേരീസ് ഫൊറോന ദേവാലയത്തിൽ നിന്നും ആലക്കോട് സെന്റ് മേരീസ് ഫൊറോന ദേവാലയത്തിൽ നിന്നും ചെമ്പേരി ലൂർദ് മാതാ ബസലിക്കയിലേക്ക് 6-ാം തീയതി ശനിയാഴ്ച പുലർച്ചെ 3 മണിക്ക് എത്തിച്ചേരും വിധത്തിലാണ് തീർത്ഥാടനം നടക്കുന്നത്. ആലക്കോട് വായാട്ടുപറമ്പ്, ചെമ്പേരി, ചെമ്പന്തൊട്ടി, പൈസക്കരി, മണിക്കടവ്, നെല്ലിക്കാംപോയിൽ, കുന്നോത്ത്, എടൂര് എന്നീ 9 ഫൊറോനകളുടെ പ്രത്യേക പങ്കാളിത്തത്തോടെയാണ് ഈ തീർത്ഥാടനം സംഘടിപ്പിക്കുന്നതെങ്കിലും ഈ അതിരൂപതയിലെ മുഴുവൻ ദൈവജനത്തെയും ഈ തീർത്ഥാടനത്തിലേക്ക് സ്നേഹത്തോടെ ക്ഷണിക്കുകയാണ്. പരിശുദ്ധ കന്യകാമാതാവിനെ കുറിച്ചുള്ള വചനചിന്തകളും വിശുദ്ധ കുർബാനയും ദിവികാരുണ്യ ആരാധനയും തീർത്ഥാടകർക്ക് കുമ്പസാരിക്കാനുള്ള സൗകര്യങ്ങളും ഉൾപ്പെടെയുള്ള മരിയൻ സന്ധ്യകൾ ഓരോ സ്ഥലത്തും നടത്തിയതിനു ശേഷമാണ് തീർത്ഥാടനം ആരംഭിക്കുന്നത്. പ്രിയപ്പെട്ടവരെ, കഴിഞ്ഞ വർഷം മലബാറിലെ ഏറ്റവും വലിയ തീർത്ഥാടനത്തിന് വേദിയായത് മരിയൻ തീർത്ഥാടനമാണ്. കോവിഡ് കാലത്തിന് ശേഷം തലശ്ശേരി അതിരൂപത ഒരു വലിയ ആത്മീയ ഉണർവിലേക്ക് എത്തുവാൻ വിവിധ തീർത്ഥാടനങ്ങൾ നമ്മളെ സഹായിച്ചിട്ടുണ്ട്. അതിൽ മരിയൻ തീർത്ഥാടനം ഏറെ മുമ്പിൽ നിൽക്കുന്നു. പ്രത്യേകിച്ച് മാതാവിനോടുള്ള ഭക്തി കുടിയേറ്റക്കാരായ ദൈവജനത്തിൻ്റെ ആത്മീയ ജീവിതത്തിൽ വളരെയേറെ പ്രാധാന്യമുണ്ട്. തങ്ങളുടെ ജീവശ്വാസം പോലെ പ്രാധാന്യത്തോടെയാണ് ഓരോരുത്തരും പരിശുദ്ധ കന്യകാമാതാവിനുള്ള ഭക്തിയും പ്രത്യേകിച്ച് ജപമാല പ്രാർത്ഥനയും കാണുന്നത്. കഴിഞ്ഞ വർഷം 25,000-ഓളം ആളുകളാണ് ചെമ്പേരി ലൂർദ് മാതാ ബസലിക്കയിലേക്ക് ഒഴുകിയെത്തിയത്. ഈ വർഷം വളരെ പ്രത്യേകിച്ച് പരിശുദ്ധ കന്യകാമാതാവിനെ കുറിച്ചുള്ള ഭക്തിയെക്കുറിച്ച് റോമിൽ നിന്ന് വന്നിരിക്കുന്ന വിശദീകരണത്തിന്റെ പശ്ചാത്തലത്തിൽ കൂടുതൽ ഒരുക്കത്തോടും കൂടുതൽ ആളുകളെ പങ്കെടുപ്പിച്ചുകൊണ്ടുള്ള തീർത്ഥാടനമാണ് പ്ലാൻ ചെയ്യുന്നത്. കഴിഞ്ഞ വർഷം നമ്മൾ നടത്തിയ തീർത്ഥാടനത്തിൽ നമ്മുടെ പ്രതീക്ഷകൾക്കപ്പുറമുള്ള ഒരു വലിയ ജനക്കൂട്ടം എത്തിയപ്പോൾ ചില അസൗകര്യങ്ങൾ നമുക്ക് ഉണ്ടാകുകയുണ്ടായി. പ്രത്യേകിച്ച് തീർത്ഥാടനത്തിൻ്റെ സമയം എടൂരിൽ നിന്ന് 35 കിലോമീറ്ററോളം നടക്കാനുണ്ടായിരുന്നത് കുറേ കൂടെ കൂടുതൽ സമയം നമുക്ക് ആവശ്യമുണ്ടായിരുന്നു. അതുകൊണ്ട് ഈ വർഷം കൂടുതൽ സമയമെടുത്ത് എടൂരിൽ നിന്ന് 5-ാം തീയതി വൈകുന്നേരം 4:30 നമ്മൾ ആരംഭിക്കുകയാണ്. 6-ാം തീയതി പുലർച്ചെ 3 മണിക്ക് ബസലിക്കയിൽ എത്തിച്ചേരും വിധത്തിലാണ് തീർത്ഥാടനങ്ങൾ ക്രമീകരിച്ചിരിക്കുന്നത്. എല്ലാ തീർത്ഥാടകരെയും ഉൾക്കൊള്ളാൻ വിധത്തിലുള്ള സംവിധാനങ്ങൾ, എല്ലാവരെയും സ്വീകരിക്കാനുള്ള ഒരുക്കങ്ങൾ ചെമ്പേരി ലൂർദ് മാതാ ബസലിക്കയിൽ ആരംഭിച്ചു കഴിഞ്ഞു. മാത്രമല്ല, ഈ യാത്രക്കിടയിൽ വോളണ്ടിയേഴ്സിന്റെ സേവനങ്ങളും ഒരു 5 കിലോമീറ്റർ എങ്കിലും കഴിയുമ്പോഴുള്ള വിശ്രമിക്കാനുള്ള സൗകര്യങ്ങളും ഒക്കെ ക്രമീകരിക്കുന്നുണ്ട്. ഇതിനോടകം തന്നെ ഒരു വിവിധ കമ്മിറ്റികൾ രൂപീകരിച്ച് തീർത്ഥാടനത്തിനുള്ള ഒരുക്കങ്ങൾ ആരംഭിച്ചു കഴിഞ്ഞു. മാത്രമല്ല, തീർത്ഥാടന ഒരുക്കമായിട്ട് 9 ദിവസത്തെ നവനാൾ പ്രാർത്ഥന ഓൺലൈൻ വഴി സംഘടിപ്പിക്കുന്നുണ്ട്. ഓരോ ദിവസവും മാതാവിനെ കുറിച്ചുള്ള സന്ദേശങ്ങളും പ്രാർത്ഥനയും ഉൾപ്പെടുന്നതാണ് നവനാൾ പ്രാർത്ഥന. പ്രിയപ്പെട്ടവരെ, ആലക്കോട് നിന്ന് 22 കിലോമീറ്ററും എടൂരിൽ നിന്ന് 35 കിലോമീറ്റർ, ഏകദേശം 60 കിലോമീറ്ററോളം നമ്മുടെ അതിരൂപതയുടെ ഹൃദയഭാഗത്തോടു കൂടി ദൈവജനം മലയോര ഹൈവേയിലൂടെ ജപമാല കയ്യിലെടുത്ത് പ്രാർത്ഥിച്ചുകൊണ്ട് നടക്കുന്നത് വലിയ ആത്മീയ ഉണർവിന് കാരണമാകും. ത്യാഗത്തോടെയുള്ള പ്രാർത്ഥനയ്ക്ക് ഈശോ പ്രത്യേകം ഫലം തരുമെന്ന് നമുക്കറിയാമല്ലോ. ആ പ്രാർത്ഥന ദൈവം കേൾക്കും. മാതാവിനോടുള്ള ഭക്തി എന്തുമാത്രം മാതാവിനോട് അടുക്കുന്നു, അത്രത്തോളം നമ്മൾ ഈശോയിലേക്ക് അടുക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, മാത്രവുമല്ല, ഈ തീർത്ഥാടനത്തിൽ പങ്കുചേരുന്ന എല്ലാവർക്കും സഭ പൂർണ്ണ ദണ്ഡവിമോചനം നൽകുന്നുണ്ട്. നമ്മുടെ പാപങ്ങൾക്ക്, നമ്മൾ ചെയ്ത പാപത്തിന്റെ പരിഹാരം കൂടി ചെയ്യാനുള്ള അവസരമാണത്. മാത്രമല്ല പ്രിയപ്പെട്ടവരെ, ചെമ്പേരി ലൂർദ് മാതാ ബസലിക്കയിൽ പുലർച്ചെ 3:30 നടക്കുന്ന വിശുദ്ധ കുർബാനയ്ക്ക് ശേഷം തലശ്ശേരി അതിരൂപതയിലെ മുഴുവൻ കുടുംബങ്ങളെയും പരിശുദ്ധ മാതാവിൻ്റെ വിമല ഹൃദയത്തിന് സമർപ്പിക്കുന്ന ചടങ്ങ് കൂടിയുണ്ട്. കഴിഞ്ഞ വർഷം തലശ്ശേരി അതിരൂപതയിലെ 120ഓളം വൈദികർ അഭിയന്യ പാമ്പളാൻ്റെ പിതാവിനോടൊപ്പം 25,000 ജനം ലൂർദ് മാതാ ബസലിക്കയിലേക്ക് എത്തിയത് വലിയ ഒരു സന്തോഷത്തിൻ്റെ നിമിഷമായിരുന്നു. ഈ വർഷവും തലശ്ശേരി അതിരൂപതയുടെ പ്രിയങ്കരനായ ഇടയൻ പ്രിയപ്പെട്ട പാമ്പളാനി പിതാവാണ് ഈ തീർത്ഥാടനത്തിൽ മുമ്പിൽ നിന്ന് നമ്മളെ നയിക്കുന്നത്. പ്രിയപ്പെട്ടവരെ, എല്ലാവരെയും സ്നേഹത്തോടെ ഞാൻ ഈ തീർത്ഥാടനത്തിലേക്ക് ക്ഷണിക്കുകയാണ്. നമ്മുടെ ത്യാഗത്തോടെയുള്ള പ്രാർത്ഥന ഈശോ കേൾക്കും. പ്രത്യേകിച്ച് മാതാവ് വഴി നമ്മൾ അർപ്പിക്കുന്ന പ്രാർത്ഥനയ്ക്ക് ആ പുത്രന് ആ പ്രാർത്ഥന നിരസിക്കാൻ സാധിക്കുകയില്ല. പ്രിയപ്പെട്ടവരെ, പ്രത്യേകിച്ച് നമ്മുടെ നാടിൻ്റെ വളർച്ചയിൽ പരിശുദ്ധ മാതാവിൻ്റെ മാധ്യസ്ഥം നമുക്ക് ഒഴിവാക്കാനാവില്ല. എന്തെല്ലാം പ്രതിസന്ധികൾ ഉണ്ടാകുമ്പോഴും ജപമാല എന്ന ആയുധം കയ്യിലെടുത്ത് പ്രാർത്ഥിച്ച് നീങ്ങുന്ന ഒരു ജനത്തിൻ്റെ മുമ്പിൽ പരിശുദ്ധ കന്യകാമറിയം മാധ്യസ്ഥത്തിൻ്റെ കോട്ട തീർക്കും. വലിയൊരു സാക്ഷ്യത്തിൻ്റെ അവസരമാണിത്. എല്ലാവരെയും സ്നേഹത്തോടെ ഈ മരിയൻ തീർത്ഥാടനത്തിലേക്ക് ക്ഷണിക്കുകയാണ്. ഡിസംബറിൽ തിരുക്കുടുംബത്തെ നമ്മൾ ഓർക്കുകയാണല്ലോ.
ഈജിപ്തിലേക്ക് ഉണ്ണിയെ എടുത്തുകൊണ്ട് പോയ പലായനം ചെയ്ത തിരുക്കുടുംബത്തിൻ്റെ ത്യാഗവും കഷ്ടപ്പാടും ഒക്കെ ഓർത്തുകൊണ്ടാണ് ഈ ദൂരം നമ്മൾ ത്യാഗത്തോടെ നടക്കുന്നത്. നമുക്ക് പ്രാർത്ഥിച്ചൊരുങ്ങാം. ഈശോയുടെ തിരുപ്പിറവിക്കുള്ള 25 ദിവസത്തിലേക്കുള്ള നല്ല ഒരുക്കമായിട്ട് നമുക്ക് ഈ തീർത്ഥാടനം മാറട്ടെ. ചെമ്പേരി ലൂർദ് മാതാ ബസലിക്കയിലേക്ക് എല്ലാവരെയും സ്നേഹത്തോടെ ക്ഷണിക്കുകയാണ്.